ഞാൻ നോക്കാം. നേരത്തെ ഉണ്ടാവില്ലേ? അല്ല, നീ വരുന്നില്ലെങ്കിൽ പിന്നെ ഞാൻ അങ്ങോട്ടൊന്ന് ഇറങ്ങിപ്പോവും. നീ വരികയാണെങ്കിൽ ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ്. അമ്മയോട് എന്ത് പറഞ്ഞു? എന്ത് അമ്മയോട് എന്ത് പറഞ്ഞിറങ്ങും? എന്ത് പറഞ്ഞിറങ്ങുന്നത് ഞാൻ പ്രത്യേകം നിനക്ക് പറഞ്ഞു തരണം. അല്ല, നിന്റെ അടുത്താന്ന് പറഞ്ഞാൽ ഒന്നും പറയില്ല. പക്ഷേ ആന്റി ആടി ഇല്ലാതുകൊണ്ട് അത് ഇവിടത്തേക്ക് പറഞ്ഞപ്പോ നീ ഇറങ്ങണ്ട. നീ അതായത് പറഞ്ഞ നീ വേറെ ഏതെങ്കിലും കൂട്ടുകാരിന്റെ അടുത്ത് പോകുന്നാ എന്തെങ്കിലും പറ. അമ്മയുടെ ഫോണിൽ നമ്പർ ഇല്ലാത്ത കൂട്ടുകാരിന്റെ പേര് പറഞ്ഞാൽ മതി കേട്ടാ. അല്ലേ പിന്നെ എന്റെ അവിടെ വിളിച്ച് ചോദിക്കും. അല്ലെങ്കിൽ ഞാൻ ഒരു സിനിമക്ക് പോകുന്നു പറഞ്ഞു. സിനിമക്ക് പോകണമെന്ന് പറഞ്ഞിട്ടാ? പിന്നെ കുറച്ച് ലേറ്റ് ആയാലും കാര്യമില്ല. അത് നല്ല ഐഡിയ. നല്ല സിനിമയുണ്ടല്ലോ. അപ്പൊ നീ ഞാൻ പിന്നെ നിന്റെ അടുത്ത് വന്നിട്ട് എന്തിനാണ് വിളിക്കുന്നത്? അതെനിയിപ്പോ നിന്നോട് ഞാൻ ആദ്യം ഒന്നേ തന്നെ പറഞ്ഞായിരുന്നു എന്തിനാ വിളിക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ നമുക്ക് കുറച്ചേരം ഇവിടെ ഒന്ന് സംസാരിക്കാടോ. ബാക്കിയൊക്കെ നീ പ്ലാൻ ചെയ്യും പോലെ. പിന്നെ ഞാൻ അമ്മേന്റെ കൂടെ വന്നാലും നീ ഇത് തന്നെ പറയാ. നമുക്ക് മുകളിൽ പോയിട്ട് സംസാരിക്കാന്ന് പറഞ്ഞിട്ട് അമ്മേന്റെ കൂടെ വന്നാല് മുകളിൽ പോയിട്ട് സംസാരിക്കാന്ന് പറയും. ഇന്നിവിടെ ആരുമില്ല, അതുകൊണ്ട് നമുക്ക് മുകളിൽ പോയിട്ട് സംസാരിക്കണ്ട. അല്ല, അമ്മയുടെ അവിടെ വന്നാലും സംശയമൊന്നുമില്ല. ആന്റിയുടെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ അമ്മ. അതുകൊണ്ടല്ലേ പറഞ്ഞേ. നീ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ? അല്ല, പിന്നെ നമ്മള് ചെറുതിനെ കണ്ടങ്ങനെ കളിക്കൂട്ടുകാരായിട്ട് നിന്നുകൊണ്ട് പ്രശ്നമില്ല. അതെന്താ എന്തിനാ നീ ഇപ്പൊ പറയുന്നത്? സംശയം ഉണ്ടാവൂല. പക്ഷേങ്കില് നിന്റെ അടുക്ക വരാൻ എനിക്ക് അത്ര ധൈര്യം പോരാ കേട്ടാ. അതെന്താ ധൈര്യമില്ലാതെ? അതുകൊണ്ടാണ് ഞാൻ എന്താ വല്ല കാണാൻ പറഞ്ഞിട്ടോ പിടിച്ച ഞാൻ വന്നു കഴിഞ്ഞാല് സംസാരിക്കാന്ന് പറഞ്ഞിട്ടാണ് ഇരിക്കൂ. പറഞ്ഞ് ഒന്ന് തൊട്ടു ഒന്നിന്റെ പരിപാടി. അതൊന്നുമില്ല. നീ വന്നാല് നമ്മക്ക് വല്ല കഥയൊക്കെ പറഞ്ഞിരിക്കാം. അല്ലെങ്കിൽ സിനിമക്ക് പോകണമെങ്കിൽ സിനിമക്ക് പോകാം. കഥ പറയാൻ ഫോണിൽ പറഞ്ഞാൽ പോരെ? ഫോണിലൂടെ കഥ പറഞ്ഞാൽ അതിന്റെ ഒരു ഫീല് കിട്ടത്തില്ലല്ലോ. നമ്മളിങ്ങനെ വന്നിരുന്ന് മുഖാമുഖം നോക്കി കണ്ണിൽ ഇങ്ങനെ നോക്കിയിട്ട് കഥ പറയണം. മനസ്സിലായോ? കണ്ണിൽ നോക്കി ഇങ്ങനെ കഥ പറയുമ്പോ നമുക്ക് കഥ പറയുമ്പോ കണ്ണിൽ നോക്കി കഥ പറയുമ്പോ നമുക്ക് ആ ഒരു കഥയുടെ ശരിയായ എല്ലാ സംഭവങ്ങളും ഉൾക്കൊള്ളാൻ പറ്റും. മനസ്സിലായില്ലേ? അതിനാണ് കണ്ണിന് നോക്കിട്ട് കഥ പറയുന്നത് പണ്ടേ നിർത്താം. കൊറേ കണ്ടതാ. ആണല്ലോ, കഥ പറഞ്ഞ് കൊറേ കഥ ഞാൻ പറഞ്ഞു തന്ന കൊറേ കഥ കേട്ടിട്ടുണ്ടല്ലോ, ആസ്വദിച്ചിട്ടില്ലേ? ഏതെങ്കിലും കഥ കുഴപ്പമായിട്ടുണ്ടോ? കഥ കേൾക്കുക മാത്രല്ല, നീ പറയുക മാത്രമല്ല ചെയ്യാ. പിന്നെ ചെയ്യാ അത് അനുഭവത്തിൽ ഇങ്ങനെ വരണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടോ? അതുകൊണ്ട് ഞാനിന്ന് വരണോന്നൊന്ന് ആലോചിച്ചിട്ടോ. അങ്ങനെ വരണോന്ന് ആലോചിക്കണ്ട. നീ ആലോചിച്ചിട്ട് പെട്ടെന്ന് നീ വന്നു. നീ ഇതെല്ലാം അവിടെ എന്റെ അമ്മയില്ലേ? അറിയാതെ അല്ല, ഇവിടെ ഇത്രയും വലിയ സൗകര്യം ഉണ്ടാകുമ്പോ പിന്നെ വെറുതെ എന്തിനാ അങ്ങോട്ട് വന്നിട്ട് സമയം കളഞ്ഞ് നീ ഇങ്ങോട്ട് വായോ. പെട്ടെന്ന് കയറി വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ വിചാരിക്കില്ലേ ആരും ഇല്ലാതെ സമയത്ത് വന്നു. ആന്റി അങ്ങനെ പെട്ടെന്നൊന്നും കയറി വരത്തില്ല. അമ്മ വൈകുന്നേരം ഒരു 6:30-7 മണിയാകുമ്പോഴേക്കും ഇവിടെ എത്തണം. തെറ്റിദ്ധരിക്കോ? അങ്ങനെയൊന്നുമില്ല. എന്താ തെറ്റിയിരിക്കാൻ?
അങ്ങനെ എപ്പോഴും അങ്ങനെ എത്ര തവണ അവരെ മുന്നിൽ തന്നെ നീ എൻ്റെ റൂമിൽ നിന്ന് ഇറങ്ങി വന്നിട്ടുണ്ട്. അവരങ്ങനെ തെറ്റായിരിക്കൂല. അത് പിന്നെ റൂമിൽ അവരുള്ളപ്പോ സാരമില്ല. ആന്റി ഇല്ലാന്ന് അറിഞ്ഞിട്ട് ഞാൻ നിന്റെ വീട്ടിൽ വന്നാല് ആന്റിക്ക് സംശയം. അത് നീ പറഞ്ഞാൽ മതി. നീ എൻ്റെ വീടിനടുത്തുള്ള നിന്റെ മറ്റേ കൂട്ടുകാരില്ല, അവിടെ പോയിട്ട് വരുമ്പം ജസ്റ്റ് ഒന്ന് കയറിയതാണ്. അത് അങ്ങനെ പറയണ്ടോ, ജസ്റ്റ് ഒന്ന് കയറിയത്. അപ്പം ആന്റി ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ ഇപ്പം ഞാൻ ഇറങ്ങിയതാണെന്ന് പറഞ്ഞാൽ മതി. എന്നിട്ട് കുറച്ച് സമയം കൂടി നിന്ന് അമ്മയോട് സംസാരിച്ചിട്ട് അങ്ങ് പോയാൽ പോരെ. ഇങ്ങനെ വന്നാൽ അപ്പൊ നമുക്കൊന്ന് വന്നാല് ടൗണിൽ ഒന്ന് കറങ്ങിട്ട് വന്നാലോ? ആദ്യം നീ ഇങ്ങോട്ട് വാ, നമുക്ക് എന്നിട്ട് ടൗണിലൊക്കെ കറങ്ങും. കുറച്ചൊന്ന് വീടിയിരുന്ന കഥയൊക്കെ പറഞ്ഞ്. കൊറേ ആയില്ലേ നീ എന്താ ഇങ്ങനെ കറങ്ങാൻ വരാതെ? അതെ ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ വന്ന് നമുക്കൊന്ന് കഥയെല്ലാം പറഞ്ഞിട്ട് പിന്നെ കറങ്ങാം. പിന്നെ നിനക്ക് മൂടൊന്നും ഉണ്ടാവില്ല. അതൊക്കെ ഉണ്ടാവും. നീ എല്ലാം ഒരുമിച്ചുള്ളേ, ഇങ്ങനത്തെ മൂടില്ലാണ്ട്. അല്ല, ഇതെല്ലാം കഴിഞ്ഞാല് നീ അപ്പൊ കടന്നു ഉറങ്ങും. ഇല്ലാന്ന് ഞാൻ എപ്പോഴും ഉറങ്ങിയിട്ട് നീ കണ്ടിനാ? ഉണ്ട്, നിന്റെ ഫീലാകല്ലേ? എല്ലാന്ന് നീ വാ, വന്നിട്ട് നമുക്ക് സംസാരിക്കാം. ഞാൻ വന്നാല് അല്ല നീ ഞാനും വിടൂല. പെട്ടെന്ന് വിടൂലെന്ന് പറഞ്ഞാല് എന്തായാലും അമ്മ വരുന്നതിന് മുന്നേ എനിക്ക് നിന്നെ വിട്ടല്ലേ പറ്റൂ. 7 മണിയാവൂലേ? നമുക്ക് അങ്ങനെ വേണ്ട. നമുക്കൊരു കാര്യം ചെയ്യാം, കുറച്ചും കൂടി ഇരുന്ന് കഥയൊക്കെ പറഞ്ഞതിന് ശേഷം നമുക്കൊന്ന് ടൗണിലൊക്കെ ഒന്ന് കറങ്ങാൻ പോവാം. അതുവരെ അതല്ലേ നല്ലത്. ഏത് അതുവരെ? പരിപാടി എനിക്കറിയാം. പരിപാടി നിനക്കറിയാം, പിന്നെ ഇത്രയൊക്കെ സംസാരിക്കേണ്ട കാര്യമുണ്ട്? അതുകൊണ്ടാണ് സംസാരിക്കുന്നത്. അല്ല ഞാൻ പറയുന്നത്, എനിക്ക് അതിന് ആഗ്രഹമില്ലേ? അല്ലാണ്ടല്ലോ നീ എന്നല്ലേ പറഞ്ഞേ കിട്ടുന്ന സമയമൊക്കെ നമുക്ക് അങ്ങനെ ചെയ്യണമെന്ന്. അതുകൊണ്ടല്ലേ ഞാൻ വിളിക്കുന്നത്. വിളിക്കുമ്പോ ഓരോവറില്ല ഇവിടെ. കൊറേ ഓവറാണ്. ഓവറൊന്നല്ല, അതൊക്കെ സാധാരണ ഉള്ളതാണ്. എനിക്കറിയാതുകൊണ്ടല്ലേ. അതെല്ലാം അങ്ങനെ തന്നെ ഇല്ലേ? എന്ത് ഓവർ? ഓവറില്ല. അതൊന്നുമില്ല, അതൊക്കെ ഓവറൊന്നല്ല. ഇല്ല, നമ്മള് ഒരു കളി പ്ലാൻ ചെയ്യുമ്പോ അതിനോടനുബന്ധിച്ചിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ടാവും. കുറെ കരുക്കൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കാനും പിടിക്കാനൊക്കെ ഉണ്ടാവും. അതല്ല ചെയ്യുന്നത്, അതിന്റെ ഒരു ഭാഗമാണ് അതെല്ലാം. നീയിപ്പൊ സോപ്പിട്ടിട്ട് വിളിക്കും. സോപ്പൊന്നുമല്ല ഇടുന്നത്, നമുക്ക് വെളിച്ചെണ്ണയിലേക്ക് മാറാം. നീ ആടെ ഇരുന്ന് ഇങ്ങനെ മുഷിയായിരിക്കല്ലേ? അപ്പൊ പിന്നെ എന്തെങ്കിലും ചെയ്യണല്ലോ. ഞാൻ ഇരുന്ന് മുഷിഞ്ഞിട്ടൊന്നുമില്ല. എനിക്ക് ഞാൻ വിചാരിച്ച് ആരുമില്ല, അപ്പൊ എനിക്കൊരു കമ്പനി ആയിക്കോട്ടെ, എനിക്കൊരു ടൈം പാസ് ആയിക്കോട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ നിന്നെ വിളിച്ചത്. എനിക്ക് എന്തൊക്കെ ജോലിയുണ്ട്. എനിക്ക് ഇവിടെ ഒരു കുറവുമില്ല ടൈം പാസിന്. എനിക്ക് ഇവിടെ ഒരു കുറവുമില്ല. അതെനിക്കറിയാം, എനിക്ക് ഒരു കുറവുമില്ല. 2 കൈയുള്ളതുകൊണ്ടൊരു കുഴപ്പമില്ലല്ലോ. അല്ലേ ഉദ്ദേശിച്ചത്? അതല്ല, ഞാനിവിടെ ഇങ്ങനെ ഫോൺ നോക്കി ഇങ്ങനെ ഇങ്ങനെ എനിക്ക് സമയം അങ്ങനെ പോകും. ആടെ ഇരുന്നിട്ട് ഫോൺ നോക്കി ഇങ്ങനെ അങ്ങനെ സമയം പോകും. അപ്പൊ അതിനേക്കാൾ നല്ലതല്ലേ ഇങ്ങോട്ട് വന്നാലും നമ്മളെ രണ്ടാളെ സമയം പോകും. എന്തെങ്കിലും ഇങ്ങനെ ആലോചിച്ച് വെച്ചിട്ടുണ്ടാവും അല്ലേ? ഞാൻ മനസ്സിൽ അതുപോലെ ചെയ്യാം ഇതുപോലെ ചെയ്യാന്ന്. അങ്ങനെയൊന്നുമില്ല. നീ വന്നാല് ഞാൻ പറഞ്ഞതേ ഉള്ളൂ, കുറച്ച് ഇരുന്ന് സംസാരിക്കുക. പിന്നെ വല്ലതും കഴിക്കാനൊക്കെ കഴിക്കാം. അല്ല ഞാൻ അങ്ങോട്ട് കഴിക്കാൻ തരാം.